അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഇൽമിൻ്റെ അറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. നമ്മുടെ കുടുംബം ആശങ്കയും പരിഹാരവും ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാവണം എന്ന വിഷയത്തെക്കുറിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ നാടും നഗരങ്ങളും മനുഷ്യജീവിതവും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളില്ലാത്തത് മാറ്റമെന്ന വാക്കിന് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ ഒരിക്കൽ പോലും മനുഷ്യൻ ചിന്തിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്യാത്ത മാറ്റങ്ങളാണ് ഇന്ന് മനുഷ്യരാശിയിൽ സമൂഹത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം മനുഷ്യൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് 10-40 കൊല്ലങ്ങൾക്ക് മുൻപ് പ്രവാസ ലോകത്തേക്ക് പുറപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ വേദന നാട്ടിലുള്ള ഒരു വിവരമറിയണമെങ്കിൽ 15 ദിവസത്തിലധികം കാത്തുനിൽക്കുന്ന കത്തോ 30 ദിവസത്തോളം കാത്തിരിക്കുന്ന കത്തുകളോ മാത്രമായിരുന്നു അന്നാശ്വാസം. അന്നാരോ പല പ്രവാസികളോടും സമൂഹത്തോടും നാട്ടിലുള്ള രക്ഷിതാക്കളോടും പറഞ്ഞു, പരസ്പരം കേട്ട് സംസാരിക്കാൻ പറ്റുന്ന ഫോൺ സംവിധാനം ലോകത്തിന്റെ ഏതോ ഭാഗത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കാലക്രമേണ ഇന്ത്യയിലും കേരളത്തിലും എത്തും എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സ്വന്തം വീട്ടിലെ ബെഡിൽ തലവെച്ച് കിടക്കുന്ന പെണ്ണിന് സൗദി അറേബ്യയിലെ റൂമിനുള്ളിൽ തലവെച്ച് കിടക്കുന്ന ഭർത്താവിനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതിയുടെ വിപ്ലവ ലോകത്താണ്
ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളോളം ബാങ്കുകളിൽ കയറിയിറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ശാസ്ത്രത്തിന്റെയും സമൂഹത്തിന്റെയും മനുഷ്യന്റെയും പുരോഗതിയുടെ ഒരു വിപ്ലവ കാലഘട്ടം. പക്ഷെ ആ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര പുരോഗതിയും മനുഷ്യന്റെ ജീവിതത്തെ പിന്നോട്ടടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അവന്റെ സംസ്കാര രംഗത്ത് പല അബദ്ധങ്ങളിലേക്കും ആ കണ്ടുപിടുത്തങ്ങൾ എത്തിക്കുന്നുണ്ടോ? ഇത്രത്തോളം മനുഷ്യന് തരം താഴാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന കാഴ്ചകളും പ്രവർത്തനങ്ങളും തോന്നിവാസങ്ങളുമാണ് ഇന്ന് കുടുംബരംഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മതം പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ മതത്തെ വികലമായി അവതരിപ്പിക്കുകയും ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെയും പണത്തെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ? ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി ഷെയ്ഖുനയുടെ കറാമത്ത് കൊണ്ട് കയറിപ്പോയി എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമുദായമാണ്. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഞങ്ങളെ ഷെയ്ഖിന്റെ മക്ബറയുള്ള സ്ഥലമായതുകൊണ്ട് അത്ര സ്പീഡിലൊന്നും പോകരുതെന്ന് ഷെയ്ഖൊന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും കൊയിലാണ്ടി എത്തുന്ന തീവണ്ടികൾക്ക് താനെ ഫറോക്ക് എത്തുന്നത് വരെ സ്പീഡ് കുറയും, അത് ഞങ്ങളുടെ ഷെയ്ഖിന്റെ കറാമത്താണെന്ന് പറയുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമുദായമാണ്. വിവാഹം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാല് കൊണ്ട് ഗർഭമുണ്ടാക്കിയത് മുതൽ ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ പോലും ഹിദർ നബിയോടും ജിബ്രീലിനോടും കൂടെ മടവൂരിലെ ചിറ്റടിമീത്തലിൽ ഷെയ്ഖുന വന്ന് കഞ്ഞി കുടിച്ചുപോയി എന്ന് പറയപ്പെടുന്നതിന്റെ പരിണിത ഫലമാണ് 9 മാസം ഗർഭത്തിന്റെ വേദന സഹിച്ച പെൺകുട്ടിയുടെ പൊക്കിൾക്കൊടി നിസ്സാരമായൊരു ബ്ലേഡ് കൊണ്ട് മുറിച്ചു മാറ്റുന്ന വികലമാക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ ആളുകളിലേക്ക് പുരോഹിതന്മാർ ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്തോ സാമൂഹിക ജീർണതകളിൽ അമ്പരപ്പിക്കുന്ന തോന്നിവാസങ്ങളുടെ വേലിയേറ്റം. കേരളത്തിന്റെ ഓരോ പുലരികളും കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഇത്രത്തോളം തരം താഴാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കപ്പെടുന്ന വാർത്തകളെ കൊണ്ടാണ്. ഒരു കുടുംബത്തിന്റെ മാതാവിനെ ആമാശയ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സ്വന്തം ഉമ്മയെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരോടും മജിസ്ട്രേറ്റിനോടും ചെറുപ്പക്കാരൻ 19 വയസ്സുകാരൻ പറയുന്നത് എന്നെ ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുത്തു എന്ന വാർത്തകൾ കേരളത്തിലെ തീൻമേശകളിലെ സെൻസേഷൻ ന്യൂസുകാർ ആസ്വദിച്ച് തീരുന്നതിന്റെ മുൻപേ അടുത്ത വാർത്ത വന്നു. ഗ്യാസും കുറ്റികൊണ്ട് സ്വന്തം പിതാവിന്റെ തല തല്ലിപ്പൊളിച്ച ഒരു 21 വയസ്സുകാരന്റെ കഥ. വാർത്തകൾ കേട്ട് മൂക്കത്ത് വിരൽ വെക്കുമ്പം വീണ്ടും കേരളക്കര ഞെട്ടി. 16 വയസ്സുള്ള ഒരു +2 വിദ്യാർത്ഥി ഗർഭിണിയാകുന്നു. പോലീസുകാരും കൂട്ടുകാരും കുടുംബക്കാരും രക്ഷിതാക്കളും അധ്യാപകരും അതാരെന്നറിയാൻ വേണ്ടി മത്സരിച്ച് അന്വേഷണം നടത്തിയപ്പോ പുറത്തു പറയാൻ പറ്റാത്ത ഒരു കള്ളൻ, അതേ പെൺകുട്ടിയുടെ അനിയൻ 13 വയസ്സുകാരനായിരുന്നു ആ ഗർഭത്തിന്റെ ഉത്തരവാദി എന്നത്. ആശ്ചര്യത്തോടെ കേരളത്തിന്റെ ജീർണാവസ്ഥയെ നോക്കി വെപ്രാളപ്പെടുമ്പം വീണ്ടും നമ്മൾ കേട്ടു ഒരു കുടുംബത്തിലെ 6 പേരെ ഒരു 24 വയസ്സുകാരൻ വെഞ്ഞാറമുട്ടുകാരൻ നിഷ്കരുണം വെട്ടിയും ചതച്ചും കൊന്ന കഥ. വാർത്തകൾ കെട്ടമ്പരന്ന് നിൽക്കുന്നതിന്റെ പിറ്റേന്ന് നേരം വെളുത്തതുപോലും കേരളം കരഞ്ഞുകൊണ്ട നിസ്സാരമായൊരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ ആ ഫെയർവെല്ലിന്റെ നിലച്ചുപോയ ഗാനത്തിന് കൂക്കുവിളിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ 16 വയസ്സുകാരൻ ഒരു SSLC വിദ്യാർത്ഥിയെ നഞ്ചക്കുകൊണ്ട് തല തല്ലിപ്പൊളിച്ച് തലയോട്ടിയുടെ അസ്ഥി പൊട്ടിയ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിന്റെ കണ്ണുനീരുകളെ കുറിച്ചാണ് കേരളത്തിന്റെ ഓരോ പുലരികളും നമ്മളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാ മനുഷ്യരെ നമുക്ക് പഴച്ചത്? മതപ്രബോധനത്തിന്റെ കുറവോ? മതപ്രഭാഷണങ്ങൾ മലയാളത്തിലാക്കാത്തത് കൊണ്ടോ? കേരളത്തിന്റെ മദ്രസകൾ താഴിട്ട് പൂട്ടിയത് കൊണ്ടോ? അല്ല. ഈ സമകാലിക സംഭവ വികാസങ്ങൾ ഇന്ന് കേരളത്തെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്
ഈ കാഴ്ചകളും ഈ പ്രവർത്തനങ്ങളും നമ്മളെ ക്ഷണിക്കുന്ന ഒരു വചനമുണ്ട്. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വിശുദ്ധ ഖുർആനിലൊരു വാക്യം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്ര മനോഹരമായിട്ടാണ് ഈ ലോകത്ത് മനുഷ്യൻ എന്ന സൃഷ്ടിയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്തൊരു മറ്റു സൃഷ്ടികൾക്കും കൊടുക്കാത്ത, ലോകത്ത് മറ്റൊരു സൃഷ്ടജാലങ്ങൾക്കും കൊടുക്കാത്ത മനോഹരമായ സൃഷ്ടിപ്പ് അല്ലേ? 5000 വർഷങ്ങൾക്ക് മുൻപ് ജനിക്കപ്പെട്ട കാക്ക കൂടുകെട്ടുന്നത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരക്കൊമ്പിൽ തന്നെയാ. ഇന്നും കാക്കകൾ കൂടുകെട്ടുന്നത് ചുള്ളിക്കമ്പുകൾ കൊണ്ട് മരക്കൊമ്പിൽ തന്നെയാ. 5000 വർഷങ്ങൾക്ക് മുൻപ് ജനിക്കപ്പെട്ട പൂച്ച മനുഷ്യന്റെ അടുക്കളയിലൂടെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടോടിയിരുന്നെങ്കിൽ, ഇന്നും പൂച്ചകൾ അടുക്കളയുടെ ചുമരിന്റെ ഉള്ളിലൂടെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടോടുന്നുണ്ടെങ്കിൽ, 5000 വർഷങ്ങൾക്ക് മുൻപ് പാറകൾ തുരന്ന് ജീവിച്ചിരുന്ന മനുഷ്യനെ പിന്നീട് ഓലപ്പരയിലേക്കും ഓടിട്ട വീട്ടിലേക്കും പിന്നീട് ടെറസിന്റെ വീട്ടിലേക്കും ഇന്ന് കാണുന്ന അമ്പരചുംബികളായ കൊട്ടാരങ്ങളിലേക്കും ലോകത്തിന്റെ സൃഷ്ടാവ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ പടച്ചറബ് ആദരിച്ചതുകൊണ്ടാ. ആദമിന്റെ മക്കളോട് പടച്ചറബ് കാരുണ്യവും സ്നേഹവും വാരിക്കോരി നൽകുന്നത് കൊണ്ടാ. ആ മനുഷ്യനാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും നിന്ദ്യനായി നികൃഷ്ടനായി കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും കേരളക്കര കണ്ണീരണിഞ്ഞു. 13 വയസ്സുള്ള പെൺകുട്ടിയെ 10-20 ആളുകൾ കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്യുന്നു. ഒറ്റിക്കൊടുത്തതും കൂട്ടിക്കൊടുത്തതും സ്വന്തം മാതാവ്. മാതാവിന്റെ കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്ത പെൺകുട്ടിയെ വരുതിയിൽ നിർത്താൻ വേണ്ടി ഒരുമ്മ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊടുക്കുമ്പം കോഴിക്കോടിന്റെ തെരുവോരങ്ങളിൽ ഹൈവേയിൽ തന്റെ 3 മക്കളോടൊപ്പം റോഡ് മുറിച്ചു കടക്കുന്ന ഒരു പട്ടി, അതിലൊന്നിന്റെ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഒരു ബൈക്കുകാരന്റെ ടയർ കയറിയിറങ്ങിയപ്പോ ആ നടുറോഡിൽ കണ്ണുനീരോടെ വാവിട്ട് കരയുന്ന പൈതലിന്റെ അരികിൽ ചെന്ന് നക്കിയും തുടച്ചും അതിന്റെ അവസാനത്തെ നിമിഷം വരെ ആ പട്ടിക്കുഞ്ഞിനോട് സ്നേഹം കാണിച്ചിരുന്ന ഒരു പട്ടിയേക്കാൾ അധപ്പതിച്ചു പോകുന്ന ജീവിത സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇന്ന് കുടുംബത്തെ പോറ്റാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുടെ നിഴലായി കുടുംബത്തിന്റെ ഭാരമേറ്റെടുക്കുന്ന സഹോദരിമാരുണ്ടാകുമ്പോ, കാമുകന്മാർക്ക് വേണ്ടി അതല്ലെങ്കിൽ നൈമിഷികമായ സ്വപ്നങ്ങൾക്ക് വേണ്ടി, കൂടെ പഠിച്ചവന്റെ കണ്ടിന്യൂസ് ആയ തുടർ പ്രണയത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ വിഷം കൊടുത്തു കൊല്ലുന്ന കാഴ്ചകളും ഈ സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായമേ ഇത്രത്തോളം പുരോഗമനവാദികളും പ്രബുദ്ധരാക്കപ്പെട്ടിട്ടും ഒരു ലോകം ആദരിക്കുന്ന വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ അധപ്പതിച്ചു പോകാനുള്ള കാരണം? വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞ ഒരേ ഒരു വാക്യം, ജീവിതം ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കാനുള്ളതാണ് എന്ന മൂഢചിന്ത ഇന്നത്തെ മക്കളുടെയും തലമുറകളുടെയും കുടുംബത്തിന്റെയും ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടു. ഏത് തിന്മകളും കടന്നു വരാനുള്ള മാർഗമതാ. എന്തുകൊണ്ടാ ലഹരി വ്യാപകമാകുന്നത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, മൈ ഇൻഡിവിജ്വൽ ഫ്രീഡം. എന്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്. എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റണം. എനിക്ക് ആഗ്രഹിക്കുന്നത് കുടിക്കാൻ പറ്റണം. എനിക്കിഷ്ടപ്പെട്ട നവലിബറൽ ചിന്താഗതിക്കനുസരിച്ച് എനിക്കെന്റെ ജീവിതത്തെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആ കൊണ്ടുപോകാൻ ചിന്തിപ്പിക്കുന്നതെടുത്ത് ഒരു മനുഷ്യനെ തടയുന്നതെന്താ? അവന്റെ മതബോധം. എന്തുകൊണ്ടാ ഞാൻ കള്ളുകുടിക്കാത്തത്? എന്റെ വാപ്പ എന്നെ നിർബന്ധിക്കാത്തത് കൊണ്ടോ എന്റെ പിതാവ് എന്നോട് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രമല്ല. എന്റെ മതം, എന്റെ ദൈവം എന്നോട് ഓർമ്മപ്പെടുത്തി അത് നിഷിദ്ധമാ. എന്തുകൊണ്ട് ഞാൻ വ്യഭിചരിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ വസ്ത്രങ്ങൾ എനിക്ക് മാന്യതയോടെ ധരിക്കാൻ സാധിക്കുന്നു? എന്റെ മതം എന്നെ പഠിപ്പിച്ചു ആ ജീവിതത്തിൽ നന്മയുടെ ഭാഗമാകണമെന്ന്. എങ്കിൽ ആ മതബോധം എനിക്കില്ലെങ്കിൽ, മതബോധത്തിൽ നിന്നും ഞാൻ കെട്ടുപൊട്ടിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ ലിബറലാ. എനിക്കിഷ്ടപ്പെട്ടത് തിന്നാം, എനിക്ക് വ്യഭിചരിക്കാം, എനിക്ക് കള്ളുകുടിക്കാം, എന്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാം. അങ്ങനെയുള്ള ചിന്ത മക്കളുടെ മനസ്സുകളിൽ കുത്തിവെക്കാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നവലിബറലുകളും പുരോഗമനവാദികളും എത്തിസ്റ്റുകളും കുത്തിവെച്ചതിന്റെ കൊയ്ത്താണ് മനുഷ്യരെ ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
മതമാണ് പ്രശ്നമെന്നും മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയണമെന്നും മതം പ്രശ്നമാണെന്നും പഠിപ്പിക്കുന്നിടത്ത് തുടങ്ങി പെൺകുട്ടികളോട് ശിരോവസ്ത്രം ധരിച്ചും മക്കന ധരിച്ചും പുറത്തിറങ്ങുന്ന പെൺമക്കളോട് ചാക്കിൽ പൊതിഞ്ഞു കൊണ്ടു നടക്കാനുള്ളതല്ലെന്നും ആളുകൾക്ക് മുൻപിൽ യൂറോപ്യൻ ജീവിതശൈലി സ്വീകരിക്കണമെന്നും ലിബറലുകൾ കുത്തിവെച്ചപ്പം ഇന്നത്തെ മക്കൾക്കും തോന്നി അവിടെയാണ് നമ്മളെ ജീവിതത്തിന്റെ സന്തോഷമെന്ന്. ആ ചിന്ത മുതൽക്കാണ് നമ്മളെ കുടുംബം നമ്മളെ കൈവിട്ടു തുടങ്ങിയതും നമുക്കെല്ലാം തകർന്നു പോകാൻ തുടങ്ങിയതും. ആ തകർന്നു പോയ പ്രതാപം, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ വിശുദ്ധി, നമ്മളുടെ സംസ്കാരം നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഇനിയൊരൊറ്റ വഴിയേയുള്ളൂ. അത് ജീവിതത്തിലേക്കുള്ള ആത്മീയ വഴി മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആത്മീയത കേവലം പ്രകടനപരതയായി മാറിക്കൊണ്ടിരിക്കുകയും മനുഷ്യന്റെ മതചിഹ്നങ്ങൾ പോലും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഈ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ, നമ്മളെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, നമ്മളുടെ തലമുറകൾ രക്ഷപ്പെടണമെങ്കിൽ ഇനിയൊരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ. മനുഷ്യനെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സംവിധാനിച്ച, മനുഷ്യന്റെ രോമകൂപങ്ങളെ സംവിധാനിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് എന്താണോ നമുക്ക് വഴി കാണിച്ചു തന്നത്, ആ വഴി നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. ഈ മൈക്ക് ഓപ്പറേറ്ററോട് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ചെന്ന് ചോദിക്കാറില്ലേ, ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എത്ര വെള്ളം വേണം, എത്ര ലിക്വിഡ് ഒഴിക്കണം, ഇത് എത്ര മിനിറ്റ് കറങ്ങണം, ഇത് കോട്ടന്റെ തുണിയാണെങ്കിൽ എത്ര മണിക്കൂർ വേണം, പോളിസ്റ്റർ ആണെങ്കിൽ എത്ര മിനിറ്റ് കഴുകണം? ഇതൊക്കെ ചോദിക്കുന്ന നമ്മളെ പ്രേരിപ്പിക്കാനുള്ള കാരണം ആ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചവർക്ക് അത് ഉപയോഗിക്കേണ്ടതിന്റെ ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടാനുകോടി ബീജങ്ങളിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നിങ്ങളെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് കുട്ടിയോജിപ്പിച്ച് രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി, അലക്കയായി, മുറുകയായി തലകൾ താഴോട്ട് വരുന്ന രീതിയിൽ കൈകാലുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ സൃഷ്ടാവ് പറയുന്നൊരു വാക്ക്, മനുഷ്യരെ, എന്റെ ജനങ്ങളെ, നിങ്ങളുടെ ഉള്ളറകൾ സൃഷ്ടിച്ച നാഥൻ 12 ഞരമ്പുകളാൽ ലോകത്തിന്റെ വർണ്ണവിസ്മയം കാണിച്ചു തന്ന കണ്ണിന്റെ രാജാതിരാജൻ, മനുഷ്യന്റെ ആമാശയങ്ങളിൽ സസ്യവും മാംസവും ഒരുമിച്ച് ദഹിപ്പിക്കാൻ സംവിധാനിച്ച രാജാതിരാജൻ, മനുഷ്യന്റെ തലച്ചോറുകളിൽ ലക്ഷക്കണക്കിന് ചിപ്പുകളാൽ സംരക്ഷിക്കപ്പെടേണ്ടതിനേക്കാൾ കോടാനുകോടി ചിപ്പുകളാൽ സംവിധാനിക്കപ്പെട്ട തലച്ചോറിന്റെ നാഥൻ, നിങ്ങളുടെ ജീവിതം സൃഷ്ടിച്ച ആ സൃഷ്ടാവ് പറയുന്നു, നിങ്ങൾക്കൊരിക്കലും ദുഃഖം വരാതിരിക്കാൻ, നിങ്ങൾക്കൊരിക്കലും ഭയം വരാതിരിക്കാൻ നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾക്കറിയിച്ചു തരുന്നൊരു മാർഗമുണ്ട്. ആ മാർഗം എന്നിൽ നിന്നും ആര് സ്വീകരിക്കുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്കൊരിക്കലും സങ്കടപ്പെടേണ്ടിയോ ഭയപ്പെടേണ്ടി വരികയോ ചെയ്യുകയില്ല. ആ ഒരു മാർഗമാണ് ഇന്ന് നമുക്ക് സ്വീകരിക്കാനുള്ള സമാധാനത്തിന്റെ മാർഗം. കുടുംബം ഭദ്രമാകണോ, മക്കൾ സ്വാലിഹീങ്ങളാവണോ, കുടുംബത്തിൽ സ്വൈര്യത്തോടെ ജീവിക്കണോ എങ്കിൽ നവലിബറലുകൾ പടച്ചുവിടുന്ന 15 സെക്കൻഡ് ഇൻസ്റ്റഗ്രാം റീലുകൾ വേണ്ട, നവലിബറലുകൾ പടച്ചുവിടുന്ന 2.25 മണിക്കൂറിന്റെ സിനിമ വേണ്ട, പേനക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കണമെന്നും അത് കുത്ത് ഹരിശ്രീയാവണമെന്നും ഈ സമൂഹത്തെ മക്കളെ പഠിപ്പിക്കുന്ന ആധുനിക സിനിമകളുടെ പാട്ട് വാഗ്ദോരണികൾ നമുക്ക് വേണ്ട. നമ്മളെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് നമ്മളെ തലമുറയെ കാത്തുരക്ഷിക്കണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ റബ്ബിന്റെ വഴി, നാഥന്റെ വഴി അത് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു ദുഃഖമോ ഭയമോ പരാജയമോ ദുനിയാവിലോ ആഖിറത്തിലോ നമുക്ക് നേരിടേണ്ടി വരികയില്ല. അതാണ് റബ്ബിന്റെ വാക്കും. മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന റസൂലുള്ള എന്നൊക്കെ ആയത്തോതുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കളിൽ ചിലർ ബോധം കെട്ടുകയും, ബോധം തെളിഞ്ഞ സഹാബത്തിന്റെ അരികിൽ ചെന്ന് അല്പം വെള്ളമെടുത്തു മുഖം തടവി അള്ളാന്റെ ഹബീബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹാബത്തെ എന്തേ ബോധം കെടാൻ കാരണം, പട്ടിണി കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പം ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടവരെ ഉയർത്തി കാണിച്ചു. പരന്ന പാറക്കല്ലുകൊണ്ട് വയറ് കെട്ടിവെച്ചിട്ടുണ്ട് സഹാബത്ത്. എന്നിട്ടും നിങ്ങൾ എന്തേ ബോധം കെടാനുള്ള കാരണം? അവർ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നബിയേ,
നിങ്ങൾ ഓതുന്ന ആയത്ത് കേൾക്കുമ്പം നെഞ്ചു പടയും നബിയെ. നിങ്ങൾ ഓതുന്ന ആയത്തുകൾ ചിന്തിക്കുമ്പം കണ്ണു നിറയും നബിയെ. ഏതായിരുന്നു ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്ന് വരെ ജാറത്തിങ്കൽ പോകാത്തവരെ, പോയത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തൗബ ചെയ്തവരെ, ഇന്ന് വരെ മക്ബറ മൂടാത്തവരെ, ഇന്ന് വരെ റാത്തീബിനും മൗലൂദിനും ചെന്ന് മൂക്കമുട്ട ഭക്ഷണം കഴിച്ച് ബിദ്അത്ത് ചെയ്യാത്തവരെ, ഇന്ന് വരെ മന്ത്രി ചൂതാൻ വേണ്ടി ഒരു കൈകാലുകളും മറ്റൊരുവന്റെ നേരെ നീട്ടിക്കൊടുക്കാത്തവരെ, ഇന്നും മഷിനോട്ടത്തിന് വേണ്ടി ഒരു ഇസ്മിന്റെ പണിക്കാരന്റെ വീട്ടിലേക്കും പോകാത്തവരെ, ആമനു, നിങ്ങൾ വിശ്വസികളാണെങ്കിൽ ഖു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം. പോരാ, വഅഹ്ലീകും, നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. നിനക്ക് പടച്ചോൻ തന്ന ബർക്കത്ത നിന്റെ ഭാര്യ നിനക്കെങ്ങനെയോ കിട്ടി, ഒരുപാട് പെണ്ണ് കണ്ടപ്പോ കിട്ടി എന്ന് ചിന്തിക്കല്ലേ. അൻസാറിന്റെ വാരിയല്ലിൽ അൻസാറിന്റെ പെണ്ണെഴുതി വെച്ചവൻ മാതാ, അല്ലെങ്കിൽ എന്റെ പെണ്ണിന്റെ വാരിയല്ലിൽ ആ പേരെഴുതി വെച്ചത് നാഥന. എന്റെ മക്കൾ എങ്ങനെയാവണം? എനിക്കെത്ര ആണ് വേണം? എനിക്കെത്ര പെണ്ണ് വേണം? എനിക്കെത്ര വികലാംഗ മക്കളുണ്ടാവണം? എനിക്കെന്റെ മക്കൾ ഓട്ടിസം ബാധിച്ചവരാകണോ? എന്റെ പെണ്ണപ്പം മരിക്കണം, അവളെ ഗർഭത്തിൽ എത്ര മക്കളുണ്ടാവണം? ഇതൊക്കെ തീരുമാനിച്ചത് എന്റെ നാഥന, എന്റെ റബ്ബ്. എങ്കിൽ ഖു അൻഫുസകും വഅഹ്ലീകും, ആ റബ്ബ് നിന്നെ ഏൽപ്പിച്ചു തന്ന നിന്റെ കുടുംബത്തെ നീ സ്വർഗത്തിലെത്തിക്കണം. നിനക്കതിനാ ഉത്തരവാദിത്വം, നിനക്കതിനാ റബ്ബ് ഏൽപ്പിച്ചു തന്ന ദുനിയാവിലുള്ള സമ്പാദ്യങ്ങൾ. എങ്ങനെയുള്ള നരകം? വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന നരകാഗ്നി. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരു അല്ലാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന റബ്ബിന്റെ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് അവിടെ തുടങ്ങണം നമ്മളെ കുടുംബത്തിൽ പാഠം പഠിപ്പിക്കാൻ. എന്റെ രക്ഷിതാക്കളോട് ചോദിക്കട്ടെ, എത്ര മാതാപിതാക്കൾക്ക് മക്കളുടെ ദീനീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിചയമുണ്ട്? 7ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ മദ്രസയ്ക്ക് ശേഷം മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കുന്നില്ല. അത് ലഭിക്കാൻ വേണ്ടി കേരളത്തിലെ മുജാഹിദ് സംഘടനകൾ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കി. കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ CRE, അവിടെ നമ്മളെ മക്കളില്ല. പ്രൊഫഷണൽ വിദ്യാർത്ഥികളായപ്പോ പ്രോഫ്കോണുകൾ, പ്രൊഫഷണൽ കോൺഫറൻസുകൾ, അവിടെ നമ്മളെ മക്കളില്ല. ഏതെങ്കിലും രേഖത്തിലേക്ക് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാകുമ്പം ഹൈസെക്കുകൾ, നമ്മളെ മക്കൾ അവിടെയില്ല. സയൻസ് വിദ്യാർത്ഥികൾക്ക് സയൻസ് എക്സിബിഷനുകൾ, നമ്മളെ വിദ്യാർത്ഥികൾ അവിടെയില്ല, മക്കൾ അവിടെയില്ല. ആ തിരിച്ചറിവാണ് ഇന്നത്തെ രക്ഷിതാക്കൾ ഈ സമൂഹത്തിന് ചെയ്യേണ്ട ഏറ്റവും ഭാരിച്ച തിരിച്ചറിവ്. നമ്മളെ മക്കളെ ഇരുട്ടിന്റെ ശക്തികൾ കൂട്ടിക്കൊണ്ടുപോകുമ്പോ നമ്മളതിന് ഓശാന പാടുന്ന പ്രവണതയാണ് ദീനീ രംഗത്തു നിന്നും നമ്മളെ മക്കൾക്ക് വേണ്ടി മാർഗം കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാതാവുക എന്നുള്ളത്. അതുകൊണ്ടാ ചരിത്രത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തിയല്ലോ, മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അറിവെന്താ? ഒരു മരണം കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധം ഏതു മക്കളോടും പറയണം. മുൻഗാമികളായ ഉലമാക്കൾ പാടിപ്പറഞ്ഞ മനോഹരമായ ഒരു കവിതാ വാക്യമുണ്ട്. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹകൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫീ യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ റബ്ബ് നിങ്ങളെ പടച്ചത് ബാക്കിയാ, കരയുന്നവനായിക്കൊണ്ട. ജനിച്ച കുട്ടി ആശുപത്രിയിൽ വെച്ച് കരഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബക്കാര് കരയും, രക്ഷിതാക്കൾ സങ്കടപ്പെടും, ഡോക്ടർമാര് പോലും വെപ്രാളപ്പെടും. എങ്കിലാ കരയുന്നവനായി നിന്നെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വന്നാസു ഹൗലക യൽഹകൂന സുറൂറാ, അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന പലരും നിന്റെ ആ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ, ചുറ്റുഭാഗത്തുള്ള സർവരും, നിന്റെ റൂമിലുള്ളവരും, നിന്റെ കുടുംബക്കാരും, നിന്നെ സ്നേഹിക്കുന്ന ബന്ധുക്കളും നിന്റെ ശരീരം നോക്കി കരയുന്ന ഒരു ദിനം വരാനുണ്ട്. ഫീ യൗമി മൗതിക ലാഹികൻ മസ്റൂറാ,
അന്ന് നിനക്ക് പുഞ്ചിരിയോടെ നെറ്റിത്തടത്തിലെ വിയർപ്പുമായി നിന്റെ റബ്ബിന്റെ അരികിലേക്ക് പോകാൻ പറ്റണമെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക, നീ നിന്റെ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കണം, നീ നിന്റെ റബ്ബിന് വേണ്ടി ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ആ ബോധമാണ് രക്ഷിതാക്കളെ ഇന്നത്തെ മക്കൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ട, ഭാര്യക്ക് അറിയിച്ചു കൊടുക്കേണ്ട, ഭർത്താവിന് ചിന്തിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ അറിവ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ചരിത്രം പഠിപ്പിച്ചതും എന്താണ് തൗഹീദ്, എന്താണ് റിസാലത്ത്, എന്താണ് ആഖിറത്ത് എന്ന ബോധം ഇന്ന് പല കുടുംബത്തിലുമില്ല. ഉണ്ടോ? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, പലരും റബ്ബിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച മാതാവിനോട് ഉമർ കണ്ടിട്ടില്ലെങ്കിലും അല്ല കാണില്ലേ എന്ന് തിരിച്ചു ചോദിച്ച ഒരു കുട്ടിയുടെ ദീനീ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മളെ മക്കളെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. എനിക്കെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം. ഒരാട്ടിടയനോട് ആടിനെ അറുത്ത് പാകം ചെയ്ത് കഴിക്കാം, നിന്റെ യജമാനനോട് നമുക്ക് എന്തെങ്കിലും കളവ് പറയാമെന്ന് പറയുമ്പോ എന്റെ യജമാനനോട് എനിക്ക് കളവ് പറയാമെങ്കിലും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ വാനലോകത്തിരുന്ന് ഈ ഭൂമിയെയും അണ്ടഘടാഹത്തെയും നിയന്ത്രിക്കുന്ന എന്റെ നാഥനോട് ഞാൻ എന്ത് ചോദിക്കുമെന്ന് പൊട്ടിക്കരഞ്ഞ ഒരാട്ടിടയന്റെ വിശ്വാസത്തിലേക്ക് ഒരു വാപ്പാക്ക്, ഒരു ഉമ്മാക്ക്, ഒരു മക്കൾക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ലിബറലുകൾ നമ്മളെ കുടുംബത്തിൽ കയറിമേയും, ഇനിയും ലിബറലുകൾ നമ്മളെ മക്കളെ സ്വാധീനിക്കും. അവിടെ അറിയിച്ചു കൊടുക്കണം, മക്കളെ എന്താണ് തൗഹീദ്. ഏകനായൊരു സൃഷ്ടാവിന്റെ മുൻപിൽ ആ സൃഷ്ടാവ് നൽകുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി ആ സൃഷ്ടാവിന്റെ സ്നേഹം പിടിച്ച് നേടിയെടുക്കുന്ന ജീവിതമാണ് തൗഹീദ്. ആ നേടിയെടുക്കാൻ വേണ്ടി ലോകത്തിന്റെ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ച് പഠിപ്പിച്ചു തന്നു. അതാണ് റിസാലത്ത്. ലോകത്തിന്റെ പ്രവാചകന്മാർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത റിസാലത്ത്. അതുകൊണ്ടാണല്ലോ ജീവിതത്തിലേക്ക് ഓരോ സഹാബാക്കളും അവസാന സെക്കൻഡിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ച് നബിയെ ഞങ്ങൾക്ക് അള്ളാന്റെ സ്വർഗം കെട്ടണം നബിയെ എന്ന് കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളോട് പറയണം, മക്കളെ നിങ്ങളെ വസ്ത്രം നെരിയാണിക്ക് മേലെ ആണിൻ്റെതും നെരിയാണിക്ക് താഴെ പെണ്ണിൻ്റെതും പോകണമെന്ന് പറഞ്ഞാൽ അത് റിസാലത്ത, അത് റസൂലുള്ളാന്റെ വാക്ക. പെൺമക്കളെ നിങ്ങൾ പുരികം വടിക്കരുത്, ആൺമക്കളെ നിങ്ങൾ മറ്റുള്ള രീതിയിൽ താടികൾ വടിച്ചു കളയരുത്, ആൺമക്കളെ നിങ്ങൾ ഫാഷൻ അനുസരിക്കരുത്, ആൺമക്കളെ നിങ്ങൾ ആ രീതിയിലുള്ള ജീവിതം തോന്നിവാസങ്ങളാക്കരുത്. ചുണ്ടിൽ ചായം തേക്കല്ലേ, കൺപിരികത്തിൽ കളർ വരുത്തല്ലേ, നഖങ്ങൾ പോലും സ്യൂട്ടക്സ് ഇട്ട് മറയ്ക്കല്ലേ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ ആണെ പട്ട് ധരിക്കല്ലേ എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് ആർജവത്തോടെ പറയാൻ പറ്റണം, ഇത് കാലഹരണപ്പെട്ട വിശ്വാസമല്ല, ഇതൊരിക്കലും മക്കളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലുകളല്ല. മറിച്ച് മക്കളെ നാളെ റബ്ബിന്റെ മുൻപിൽ നിർത്തപ്പെടുമ്പോ ഹബീബായ മുത്തുനബി തങ്ങളോ എതിർഭാഗത്ത് നിൽക്കുമ്പം ആരാണ് നിന്റെ പ്രവാചകൻ എന്ന് ചോദിക്കുമ്പം എന്റെ പ്രവാചകൻ, എന്റെ ദീനീ പ്രവാചകൻ, എന്റെ മാർഗദർശിനി ഇന്ന സിനിമക്കാരനാണ്, ഇന്ന പരസ്യ മോഡലാണ്, ഇന്ന ബ്രാൻഡഡ് ഉൽപ്പന്നത്തിന്റെ മോഡലുകളാണ്, ഇന്ന കളിക്കാരനാണ് എന്ന് പറയേണ്ട ഗതികേട് മക്കളെ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി. ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരെ ഈ ലോകത്തിന് ഓതിക്കൊടുത്ത വെള്ളി വെളിച്ചം, ഈ ലോകത്തിന് അറിയിച്ചു കൊടുത്ത വെള്ളി വെളിച്ചം, ആ വെളിച്ചത്തിൽ ഒരിക്കലും ബുദ്ധിക്ക് യോജിക്കാത്തതുണ്ടെന്ന് പറയല്ലേ, അത് കാലഹരണപ്പെട്ടതാണെന്ന് പറയല്ലേ. നായകളുടെ തരിമൂക്കുകളിൽ പോലും വിസർജ്യത്തിനേക്കാൾ ഭയാനകമായ വിഷങ്ങളുണ്ടെന്നും അതുകൊണ്ട് മണ്ണുപയോഗിച്ച് കഴുകണമെന്നും 1400 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തെ പഠിപ്പിച്ച, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വാക്കുച്ചരിച്ച ആ പ്രവാചകനെ നെഞ്ചോട് ചേർക്കണമെന്ന് പഠിപ്പിക്കല റിസാലത്ത്. ആഖിറത്ത് എന്ന് പറഞ്ഞാലോ എല്ലാം അവസാനിക്കുന്ന ഒരു ദിനമുണ്ട്, എല്ലാറ്റിനും അവസാനിക്കാൻ ഒരു നിമിഷമുണ്ട്. എന്തും നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ മണ്ണ്, അല്ലാഹുവിന്റെ ദുനിയാവ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളെല്ലാം മണ്ണിലേക്ക് മടങ്ങും. ലോകം അടക്കി ഭരിച്ചിരുന്ന, ഞാൻ ലോകം കീഴടക്കുമെന്ന് പറഞ്ഞിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി 35-ാമത്തെ വയസ്സിൽ ഒരസുഖം ബാധിച്ച് മരിച്ചു വീണപ്പോ അദ്ദേഹത്തിന്റെ ശവം കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ആ നാട്ടിലെ പുരോഹിതന്മാർ അലക്സാണ്ടറിന്റെ കൈകൾ പുറത്തേക്കിട്ടു.
കണ്ടു നിൽക്കുന്ന പലരും ചോദിച്ചു, എന്തിനാണ് പുരോഹിതന്മാരെ ആ കൈകൾ നിങ്ങൾ പുറത്തേക്കിട്ടത്? അന്ന് പുരോഹിതന്മാര് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, ലോകം വെട്ടിപ്പിടിച്ചവൻ, ആയിരങ്ങളെ കൊന്നു തള്ളിയവൻ, അധികാരത്തിനു വേണ്ടി വെപ്രാളപ്പെട്ടവൻ, പലരെയും ചതിച്ചു നേടിയവൻ, അവസാന യാത്രയിൽ ഒരു തരി മണ്ണോ അധികാരത്തിന്റെ പദവിയോ അധികാരത്തിന്റെ നന്മയോ ഉണ്ടാക്കാതെ പോകുന്ന യാത്രയിൽ ഒരു തരി മണ്ണോ ഒരു തരി സ്വർണമോ അലക്സാണ്ടറി കൊണ്ടുപോയിട്ടില്ലെന്ന് മാലോകരെ ബോധ്യപ്പെടുത്താനാ ആ കൈ ഞങ്ങൾ പുറത്തേക്കിട്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതേ വാക്ക് ലോകത്തിന്റെ സിട്ടാവ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മിൻ അയ്യു ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാ അൻശറ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, നിങ്ങൾ എങ്ങനെയാ വന്നത്? ഒന്നും ഉടുക്കാതെ, ഒരു തുണ്ട് ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു നൂലിയ ബന്ധമില്ലാതെ നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നു, വെട്ടിപ്പിടിച്ചു, വാരിക്കൂട്ടി. എങ്കിലോ സുമ്മ അമാതഹു ഫഅക്ബറ, അവസാനം ഒന്നും കൊണ്ടുപോകാതെ നാണം മറയ്ക്കാനുള്ള വെള്ളക്കോറത്തുണിയുമായി 6 അടി മണ്ണിലേക്ക് നിങ്ങൾ മടങ്ങുന്നുണ്ടെങ്കിൽ, മക്കളെ, തൗഹീദും ആഖിറത്തും റിസാലത്തും മക്കളെ ഹൃദയത്തിൽ ഉണ്ടാവണം. മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം. ഏത് സെക്കൻഡും മടങ്ങാനുള്ളത് നാഥന്റെ അരികിലേക്കാണെന്ന് തിരിച്ചറിവുണ്ടാക്കണം. അല്ലേ? പെരുന്നാളിന്റെ പിറ്റേ ദിവസം കോഴിക്കോടിന്റെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു മരണം. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നൊരു സാബിർ, കൂട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട സാബിർ, 3 പേരും വാഹനത്തിൽ പുറപ്പെട്ടു. കൂടല്ലൂരിനടുത്തുള്ളൊരു മലമുകളിലേക്ക് കയറുന്ന സെക്കൻഡിൽ പോലും വീഡിയോ കോൾ നാട്ടിലേക്ക് വിളിച്ചു. ഉമ്മാനോട് സന്തോഷം പറഞ്ഞു, വാപ്പാനോട് പറഞ്ഞു, സ്വന്തം കുടുംബത്തോട് സന്തോഷം പറഞ്ഞു. കണ്ടു നിൽക്കുന്ന കാഴ്ചകൾക്കിടയിൽ 1 2 കടന്നലുകൾ വന്നു കുത്തുന്നത് കണ്ടപ്പം ഷർട്ടൂരി അതിനെ ഓടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും കടന്നലുകളുടെ എണ്ണം കൂടി. ശരീരത്തിന്റെ ഭാഗങ്ങളിൽ, ഓരോ ഭാഗങ്ങളിലും കടന്നലുകൾ ആയിന്നു കുത്തി. കൂടെയുള്ളവരോടി, പല സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി തിരിച്ചോടി രക്ഷപ്പെടുത്താൻ നോക്കി. രക്ഷപ്പെടുത്താൻ പറ്റാത്തത്ര നിലക്ക് കടന്നലുകൾ തിരിച്ചു കുത്തി. അവസാനം സാബിർ എന്ന 28 വയസ്സുകാരൻ ശരീരമാസകലം കടന്നലിന്റെ കുത്തുകിട്ടി. മണിക്കൂറുകളോളം ആ മണ്ണിൽ കടന്നു. ശ്വാസത്തിന് വേണ്ടി പടഞ്ഞു, ജീവന് വേണ്ടി തേടി. മണിക്കൂറുകൾക്കപ്പുറം പന്തങ്ങൾ കത്തിച്ചും ശരീരത്തിലുള്ള മറ്റു പലതും ധരിച്ചും പല ഫയർഫോഴ്സുകാരും വരുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, മിൻ അയ്യു ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഏത് സെക്കൻഡും അങ്ങനെ ഒരു മരണം നിങ്ങളെയും തേടി വരും. ഒരുപക്ഷെ സൗദി അറേബ്യയുടെ റിയാദിന്റെ മണ്ണിൽ എന്റെ ശരീരം അലിഞ്ഞു ചേരും. ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ കാണാൻ പറ്റാതെ ആ മണ്ണിനടിയിലേക്ക് ഞാൻ മടങ്ങും. 1000 സ്വപ്നങ്ങളുമായി യാത്രയാക്കിയ നമ്മളെ മാതാപിതാക്കളെ അവസാനമായി ഒന്ന് കാണാൻ പറ്റാതായി പോകും. കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഒരു കുടുംബക്കാരനില്ലാതെ ഈ മണ്ണിലെ ഓരോ മണൽത്തരികളിലും നമ്മൾ അലിഞ്ഞു പോയേക്കാം. എന്നാലും ആ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമാകണമെങ്കിൽ എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റണം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങൾക്കല്ല നിശ്ചയിച്ച ഈ ദുനിയാവിലെ ജീവിതം, വ്യത്യസ്ത കുടുംബം, വ്യത്യസ്ത പദവി, ഗോത്രം, ഇതൊക്കെ എന്തിനാ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാനെ ഭയപ്പെടാൻ, അള്ളാനെ സൂക്ഷിക്കാൻ. നമ്മളൊക്കെ പറയാറില്ലേ ചില നാട്ടിലെ തറവാട്ടുകളെ പറ്റി, നല്ല തറവാടാ, നല്ല കാരണവന്മാരാ, ചെന്നാ എന്തെങ്കിലും വെള്ളം തരും. എന്നാ വേറെ ചില തറവാടിനെ ചുറ്റി പറയും, തറവാടൊക്കെ ഉഷാറാ, മനുഷ്യന്മാർക്ക് ഒരു 5 ഉറുപ്പ്യന്റെ ഗുണം ചെയ്യൂല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. കാണാൻ നല്ല മൊഞ്ചുള്ള പെണ്ണ, കെട്ടിക്കൊണ്ടോന്നോ പെന്നും പിറ്റേന്നും തലേന്നും 4 ദിവസം കഴിഞ്ഞിട്ടും ഒക്കെ കുടുംബക്കാർ പറഞ്ഞു, മൊഞ്ചുള്ള പെണ്ണ, ഓന്റെ ഭാഗ്യോളെ കിട്ടിയതെന്ന്. പക്ഷേ മാസം 1 കഴിഞ്ഞപ്പം കുടുംബത്തിൽ അമ്മ പറഞ്ഞു, കാണാൻ മൊഞ്ചുള്ളൂ, സ്വഭാവം പോരാ. കല്യാണം കഴിക്കുന്ന ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ചില പെൺമക്കളോട് പറയും, എന്റെ ഭാഗ്യ സിനിമാ നടന്റെ ലുക്കുള്ള ഒരുത്തനെ കിട്ടിയത്, എന്തു മൊഞ്ചോ അവനെ കാണാൻ. അവളും അഹങ്കരിച്ചു. പക്ഷേ 4 ആഴ്ച കഴിഞ്ഞപ്പം അവക്കും തോന്നി, കുടുംബക്കാർക്കും തോന്നി, കാണാനുള്ള മൊഞ്ചുള്ളൂ, സ്വഭാവം പോരാ. അവിടെയാ റബ്ബ് പറയുന്നത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാ. ആ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് എന്തു വേണം? വിവാഹം കഴിക്കണം.
വിവാഹ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്നതില്ല. 26 വയസ്സുള്ള പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ മടി. 35 വയസ്സായിട്ടും 32 വയസ്സായിട്ടും പിയാപ്ലക്ക് പെണ്ണിനെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? ഇന്നത്തെ നവലിബറലുകൾ പെൺമക്കളോട് പറഞ്ഞു, ഏതോ സുപ്രസിദ്ധനും കുപ്രസിദ്ധനുമായ സിനിമാ നടന്മാരുടെ ജീവിതം കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ പണണ്ട്, സൗന്ദര്യണ്ട്, എന്നിട്ടിപ്പ ജീവിതം വിജയിച്ചോ, അതുകൊണ്ട് കല്യാണം എന്നാൽ അതൊരു ചട്ടക്കൂട, ബാധ്യതയാ, പിന്നെ ഗർഭം ധരിക്കണം, മക്കളോക്കേണ്ടി വരും, ശരീരം പോകും, അതുകൊണ്ട് കല്യാണം കഴിക്കലൊക്കെ പയഞ്ചൻ ഏർപ്പാടാ. പിന്നെ കാര്യം നടക്കണമെങ്കിൽ ഡേറ്റിംഗ് പോരെ, ഒരുമിച്ചൊരു 4 മാസം കടന്നാ പോരെ, അതൊക്കെ ഒന്ന് തുന്നിക്കൂട്ടാനുള്ള സംവിധാനം പോലും ലോകം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമേ കഴിക്കല്ലേ പെൺമക്കളെ, മറിച്ചുങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് ജോലി വാങ്ങണം, ജോലി വാങ്ങിയിട്ട് പിയാപ്ലാരങ്ങൾ നോക്കണം, ഞങ്ങൾ പറയുന്നിടത്ത് പിയാപ്ലാരെ കിട്ടും എന്ന ചിന്ത പെൺമക്കളെ മനസ്സിൽ ലിബറലുകൾ കുത്തിവെച്ചു. ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺമക്കളെ പഠിപ്പിക്കരുതെന്നോ അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കരുതെന്നോ അല്ല. പക്ഷെ ഇന്ന് ചിലർ കുത്തിവെച്ചതെന്താ? അതുകൊണ്ട് പെൺമക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല, നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങി ആണിനെ ഭരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തണം. ഫെമിനിസ ചിന്താഗതി മീഡിയകളിലൂടെ മക്കളുടെ മനസ്സിൽ കൊത്തിവെച്ചു. 15 സെക്കൻഡിന്റെ റീലുകളിലൂടെ പെൺമക്കളെ സ്വാധീനിച്ചു അല്ലേ? ചിന്തിച്ചു നോക്കൂ. 10-15 മിനിറ്റോളം പ്രസംഗം കേട്ടിരുന്ന മക്കളിൽ നിന്ന്, നമ്മളിൽ നിന്ന് 30 സെക്കൻഡിന്റെ റീൽസുകളിലേക്ക് നമ്മൾ ചുരുങ്ങി. 30 സെക്കൻഡിന്റെ റീൽസുകളിൽ നിന്ന് നമ്മളുടെ ഇൻഡിവിജ്വൽ, നമ്മളുടേതായ ചിന്തകൾ നഷ്ടപ്പെട്ടപ്പോ 15 സെക്കൻഡിന്റെ റീലുകളിലേക്ക് നമ്മളെ അവരെത്തിച്ചു. ഇവിടെയാ രക്ഷിതാക്കളോട് റബ്ബർമപ്പെടുത്തുന്നതും പ്രകൃതിപരമായ ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മക്കളെ ശരീരത്തിനുണ്ട്. പെൺമക്കളാണോ അവർക്ക് വിവാഹം ആലോചിക്കണം. ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ വശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു മടിയും വിചാരിക്കണ്ട. അത് സെക്സ് ആ രീതിയിലുള്ള ചിന്തകളോ എഡ്യൂക്കേഷനോ എന്ന രീതിയിലല്ല. മക്കളോട് പറയണം, മോളെ എന്റെ ഉദരം ഈ ലോകത്തിന്റെ മിടിപ്പിയാ, ഈ ഇരിക്കുന്ന പലരും ഒരു ഉമ്മാന്റെ വയറിലൂടെ വന്നവരാ. എന്തുകൊണ്ടാ പെൺമക്കളെ കാലിന്റെ ചുവട്ടിലാ, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം എന്ന് പഠിപ്പിച്ചേ? എന്തുകൊണ്ടാ സ്വർഗത്തിന്റെ 8 വാതിലും ഒരു പെണ്ണിന് പടച്ചോൻ തുറന്നെടുക്കുന്നു പറഞ്ഞേ? എന്തുകൊണ്ടാ ലോകത്തിന്റെ സിട്ടാവ് ആ സ്വർഗത്തിൽ കൂടുതലും പെണ്ണുങ്ങളാന്ന് പറഞ്ഞേ? മോളെ നിന്റെ ഉദരം ഈ ലോകത്തിന്റെ നിലനിൽപ്പാ, നിന്റെ ഉദരത്തിലാ ആണുങ്ങളും പെണ്ണുങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. പടച്ചോൻ തന്നൊരു ബർക്കത്താ, അല്ല തന്നൊരു ആദരവാ. അതുകൊണ്ട് നീ വിവാഹം കഴിക്കണം, കല്യാണത്തിനിറങ്ങണം. ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്ന ആണുങ്ങളോട് പോലും എന്തേ ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചത്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാ. അറഫ മൈതാനിയിൽ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി ലോകത്തിന്റെ പ്രവാചകൻ ഒരു ജനവിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളെ കുറിച്ചാ. നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദയോടെ പെരുമാറണം. ഈ ലോകം കൊണ്ടു നടക്കേണ്ട ഉദരമാ ആ പെണ്ണിന്റെ വയറ്. അവളെ സംരക്ഷിക്കണം, അവൾക്ക് സമാധാനം കൊടുക്കണം. ആ രീതിയിൽ അതിന്റെ മഹത്വം നമ്മളെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം. ഇത് അറിയിച്ചു കൊടുക്കേണ്ട രക്ഷിതാക്കൾക്ക് ആ പ്രായത്തിൽ മക്കളെ കിട്ടുന്നില്ല. ഉണ്ടോ? 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകന്റെ പ്രായം, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ മദ്രസയിൽ വരെ പോകുന്ന ഒരു മകന്റെ പ്രായം 12 വയസ്സാ. 12 വയസ്സിന്റെ മുൻപോട്ടാണ് മക്കളുടെ ബുദ്ധിയും വികാരവും വളരുന്നത്. ടീനേജ് പ്രായം 13, 14, 15, 16 മുതൽ 20 വരെ ടീനേജ് പ്രായം. ആ പ്രായത്തെ തൊട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അശാബു ശുബത്തു മിനൽ ജുനൂൻ, കെട്ടയിച്ചിട്ട കുതിരയുടെ പ്രായം. എന്തിനോടും മോഹം തോന്നുന്ന പ്രായം, എന്തിനോടും ആർത്തി തോന്നുന്ന പ്രായം, സ്വയം വാപ്പയാകാൻ വേഷം കെട്ടുന്ന പ്രായം, സ്വയം ഉമ്മയാകാൻ ആഗ്രഹിക്കുന്ന പ്രായം. ആ പ്രായത്തിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ കാക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ജാഗ്രതയോടെ ചേർത്ത് പിടിക്കണം. അവരുടെ ഹൃദയത്തിലേക്ക് ദാമ്പത്യത്തിന്റെ മനോഹരങ്ങളും ജീവിതത്തിന്റെ ഭംഗിയും നിങ്ങൾക്കറിയിച്ചു കൊടുക്കാൻ സാധിക്കണം. പക്ഷേ എന്തുകൊണ്ട് നമ്മളെ സമൂഹത്തിൽ അത് നടക്കുന്നില്ല? കാരണം പല കുടുംബത്തിലും പലരും ഇന്ന് മാന്യന്മാരല്ല. പലരും സമൂഹത്തിൽ മാത്രമേ മാന്യന്മാരാകുന്നുള്ളൂ. സ്വന്തം കുടുംബത്തിൽ പലർക്കും മാന്യത കൈവരിക്കാൻ സാധിക്കുന്നില്ല. കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമാധാനക്കേടും 3 കാര്യങ്ങളിലേക്ക് ചുരുങ്ങി. 1 പരിഗണനയില്ലായ്മ, 2 അമിത ദേഷ്യം, 3 പിശുക്കത്തരം കാണിക്കുക എന്നുള്ളത്. ഈ 3 സ്വഭാവം ഒരു കുടുംബത്തിലുണ്ടോ ആ കുടുംബം കൈവിടും, ആ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടും. അതിലൊന്ന് പരിഗണനയില്ലായ്മ. ഇന്ന് പല കുടുംബത്തിലും സംസാരം കുറവാ. വീട്ടിലെത്തിയാൽ ഭർത്താവ് ഫോണിന്റെ മുൻപിൽ,
പലപ്പോഴും പെൺമക്കളും ഭാര്യമാരും പറയും, നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളെ ഫോണൊന്നും അവിടെ വെക്കി. ആ ഫോൺ വെക്കുമ്പോഴേക്കും 100,000 കാര്യം അത് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. വേണ്ട, കുടുംബത്തിൽ തുറന്ന സംസാരത്തിന് സമയം കണ്ടെത്തണം, പരിഗണന കൊടുക്കണം. അള്ളാന്റെ ഹബീബിനെ ഏത് ഭാര്യക്കും പ്രിയപ്പെട്ടതാക്കിയത് അവരെന്ത് സങ്കടങ്ങളും അള്ളാന്റെ ഹബീബ് കേൾക്കാനിരിക്കുന്നുള്ളതുകൊണ്ടാ. 12 കെട്ടിയ റസൂലുള്ളാന്റെ ചരിത്രം പറഞ്ഞ്, 4 കെട്ടാവുന്ന ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞ് പെണ്ണുങ്ങളെ പേടിപ്പിക്കുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് 4 വരെ കെട്ടട്ടോ എന്ന് പറഞ്ഞതേ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും അല്ല. 12 കെട്ടിയ തിരുദൂതനോട് 12 ഭാര്യമാർക്കും സ്നേഹ, 1 കെട്ടി എന്നോടും നിങ്ങളോടും ആ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ 4 കെട്ടാന്നുള്ള ഫത്വയല്ല അവിടെ വേണ്ട. അവിടെയാണ് പരിഗണന. അവൾക്കുള്ള സമയം കൊടുക്കണം, അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരല്പസമയമെങ്കിലും ഫോണ് ലാപ്ടോപ്പ് മാറ്റിവെക്കണം, എങ്കിലേ കുടുംബം രക്ഷപ്പെടൂ. ഫോണ് മോശം എന്നെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കേണ്ട. ഫോണാണ് ലോകത്തെ ഏറ്റവും നല്ല കണ്ടുപിടുത്തം. ഈ ഫോണ് കൊണ്ട് തന്നെയാ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നതും. പല കുടുംബത്തിലും സംസാരിക്കാൻ ആളെ കിട്ടുമ്പം പണ്ട് ഒപ്പരം കൂടെ പഠിച്ച 10ാം ക്ലാസിന്റെ ഗെറ്റ് ടുഗദറിന് ഒരു ഹായും കൂയും കിട്ടി വിഷമങ്ങൾ അന്വേഷിക്കുന്നവന്റെ അഭിനയത്തിന്റെ തോന്നലുകളും അഭിനയത്തിന്റെ പൊലിപ്പിക്കലും കാണുമ്പോ കുടുംബത്തിലെ പെൺകുട്ടികൾ അതിന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാ? സംസാരം കേൾക്കാൻ ആളില്ല, സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ല, തുറന്ന് സംസാരിക്കാൻ സമയമില്ല. ഒരു ഫ്രണ്ട്സിന്റെ വില പോലും കുടുംബത്തിലെ ഭാര്യയ്ക്ക് കൊടുക്കാത്തവരുണ്ട്. ചിലരൊക്കെ പറയാറില്ലേ, നാട്ടിലാകെ ലീവിന് വരുന്നത് 30 ദിവസം, 25 ദിവസവും കൂട്ടുകാരപ്പര, ഒന്നെങ്കിൽ നാട്ടിലെ കളി, അല്ലെങ്കിൽ ടൂറ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടി. എനിക്കെന്റെ വീട്ടിലൊന്ന് പോകണമെങ്കിലോ എന്റെ കുടുംബക്കാരെടുത്തൊന്ന് പോകണമെങ്കിലോ സമയം കിട്ടാത്ത അവസ്ഥ. ഒരു ഫ്രണ്ട്സിന്റെ പരിഗണന പോലും എന്റെ ഭർത്താവ് എനിക്ക് തരുന്നില്ല എന്ന് ഒരു വീട്ടിലെ പെണ്ണ് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, എത്ര അധ്വാനിച്ച കുടുംബം പോറ്റുന്നവനാണെങ്കിലും അവനൊരു നല്ല ഭർത്താവാണെന്ന് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. കുടുംബക്കാർക്കിടയിൽ പരിഹസിക്കുന്നവരുണ്ട്, പെണ്ണിനെ പരിഹസിക്കും, നാട്ടുകാർക്കിടയിൽ കുറ്റപ്പെടുത്തും, ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. കുടുംബത്തിൽ സംസാരങ്ങൾ ഉണ്ടാകുമ്പോ, കുടുംബ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകുമ്പോ ആകെ സംരക്ഷിക്കാൻ കഴിവ് അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടതാരാ? ഭർത്താക്കന്മാര്. അവര് പോലും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പരിഗണനയാണ് മനുഷ്യരെ കുടുംബത്തിന്റെ സമാധാനം. ഏത് തിരക്കിലും എന്ത് തിരക്കിലും സ്വന്തം കുടുംബത്തിലെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കാനിരിക്കണം, ആശങ്കകൾ സംസാരിച്ച് പൂർത്തീകരിക്കണം. മക്കളുടെ ഭാവിയെപ്പറ്റിയും ആധുനികതയെപ്പറ്റിയും പരസ്പരം സംസാരിക്കാൻ പറ്റണം. മകന്റെ വിദ്യാഭ്യാസം എവിടെ എത്തിയെന്ന് ചോദിക്കണം. അവന്റെ ആവശ്യങ്ങൾക്ക് എണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അവൻ പോക്ക് വരുന്നതും അവൾ പോയി വരുന്നതും സമയത്തിന്റെ വ്യത്യാസങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. ലേ, 5:45 മണിയായിട്ടും സ്കൂൾ വിട്ട് വീട്ടിക്ക് വരാത്ത പെൺകുട്ടിയെ തേടി വാപ്പയിറങ്ങി. നാട്ടുകാർ ചോദിച്ചു, 4 മണിക്ക് വിട്ട സ്കൂളിൽ നിന്ന് 4:20 സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ പറ്റുന്ന ഒരു മകള് 5:45 വീട്ടിലെത്തുന്നില്ലെങ്കിൽ, 5:45 സ്ഥിരം അവളുടെ സമയമാണെങ്കിൽ അതെന്തുകൊണ്ടും അന്വേഷിക്കാത്ത രക്ഷിതാക്കളും കുടുംബത്തിന്റെ ബാധ്യതയാ. ആ തിരിച്ചറിവാണ് മനുഷ്യരെ കുടുംബം. അല്ലാണ്ട് കുറെ തിന്നാണ്ടാക്കുക, കുറെ സമ്പാദിച്ചൊടുക്കുക, നമുക്ക് കിട്ടാത്ത കുറെ സൗകര്യങ്ങൾ മക്കൾക്ക് വാരിപ്പിടിച്ചു കൊടുക്കുക എന്നതല്ല ദാമ്പത്യം, കുടുംബം. ഇതേപോലെ തന്നെ ഭർത്താക്കന്മാരുടെ മനസ്സറിയാൻ പറ്റണം. ഓരോ ആണിന്റെയും ഹൃദയത്തിന്റെ വിഷമങ്ങൾ, ഏത് രംഗത്തും അവനെ ഒറ്റപ്പെടുത്തുന്ന, അവനെ ചിന്തിപ്പിക്കുന്ന വ്യാകുലതകൾ നമ്മൾ പുറത്ത് കാണുന്നതല്ല. പല ആണുങ്ങളും ഉള്ളു വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ജോലി, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താത്ത വരുമാനം, മനസ്സിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളോടെയും ജീവിച്ചിട്ടും എവിടെയും എത്തിക്കാൻ പറ്റാത്ത ബാധ്യതകൾ, കടം, ഇതൊക്കെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടടക്കുന്ന ഒരാണിന്റെ മനസ്സറിയാൻ പറ്റിയിട്ടില്ലേ? അമേരിക്കയിലും ഫ്ലോറിഡയിലും അതല്ലെങ്കിൽ ഇന്ത്യയിലും അന്റാർട്ടിക്കയിലും തെരുവോരങ്ങളിലും റീൽസിൽ ഏതെങ്കിലും ആളുകൾ അഭിനയിച്ചു വിടുന്നവന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ തോന്നിയാസങ്ങൾ കണ്ടിട്ട് എന്ത് നേട്ടന്മാരെ ഉണ്ടാക്കാൻ പറ്റുക? ഓരോരുത്തരും റീൽസുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. എന്തിന്? ഓല് തമ്മിൽ പിരിഞ്ഞോ, ഇവര് തമ്മിൽ അടിച്ചോ, ഓനോളെ ഒഴിവാക്കിയോ, ഇവനുവളെ ഒഴിവാക്കിയോ എന്ന്. സ്വന്തം വീട്ടിക്ക് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന അറിയാനും അയാളുടെ മനസ്സൊന്ന് തണുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനും പറ്റാത്തവനാ ആരാന്റെ കുടുംബത്തിന്റെ റീൽസ് കണ്ട് ജലിയുന്നതെങ്കിൽ, കുടുംബത്തിന്റെ അടുക്കളയുടെ പുറങ്ങൾ പോലും മനുഷ്യന്റെ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളെ പോലും വിൽപ്പന ചരക്കാക്കുന്ന ആധുനിക മോഡേണിസ്റ്റുകളുടെ, ലിബറലുകളുടെ, തോന്നിവാസികളുടെ പങ്കുകാരാവുന്നതാ ഇന്നത്തെ കുടുംബത്തിലെ പെൺമക്കൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പാപം. ആ പങ്കാണ് രക്ഷിതാക്കളെ റീൽസുകളിലൂടെയും യൂട്യൂബുകളിലൂടെയും നമ്മൾ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്ന നവലിബറൽ ചിന്താഗതിയും തോന്നിവാസങ്ങളും.
അവിടെ പരിഗണിക്കണം ഭർത്താവിനെ. അയാളുടെ മനസ്സറിയണം. സ്നേഹം കൊണ്ട് പ്രകടനം കൊടുത്ത് ആ മനസ്സിന്റെ ഹൃദയത്തിന്റെ വേദനകൾ തണുപ്പിക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റണം. ഇതാ പരിഗണന. രണ്ടാമത്തത്, അവർക്ക് അമിതമായ ദേഷ്യം കുടുംബത്ത് പാടില്ല. ചില ആളുകളൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും, നല്ല പിയാപ്ലേ ഉസ്താദേ കിട്ടിയത്, എന്തും പറഞ്ഞാൽ വാങ്ങിത്തരും, എവിടെ പോണെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും. പിന്നെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, എന്തേ ദേഷ്യം പിടിച്ചാ പിന്നെ പ്രാന്തന, എന്താ പറയുന്നത് ഓർമ്മ ഉണ്ടാവില്ല, തെറി വിളിക്കും, തല്ലും. ഭാര്യമാരെ ഓളെ മരിച്ചോയ വല്യാപ്പാനെ പറയും, ജീവിച്ചിരിക്കുന്ന വാപ്പാരെ പറയും. സ്ഥലകാല ബോധമില്ലാതെ പല കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും തെറികളും വിളിക്കുന്നവരുണ്ട്. സമൂഹത്തിന്റെ മുൻപിൽ അഭിമാനം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ആൾക്കാരൊക്കെ അങ്ങനെ കൂടിയിരിക്കുമ്പോൾ പറയും അതൊരു പൊട്ടത്തിയാണ്. പാടില്ല. കുടുംബത്തിന്റെ സമാധാനം ഒരു മക്കൾ അറിയേണ്ടത് എന്താ? അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യയോട് എന്തെങ്കിലും ദേഷ്യം തോന്നി സംസാരിക്കണോ, ബെഡ്റൂമിൽ പോണം, മക്കൾ കാണരുത്. മക്കളെ മുൻപിൽ വെച്ച് ഉമ്മാനങ്ങൾ കുറ്റം പറയരുത്, മക്കളെ മുൻപിൽ വെച്ച് വാപ്പാനങ്ങൾ കുറ്റം പറയരുത്, അതൊരു പൊട്ടനാ എന്ന് മക്കളെ മുമ്പിൽ വെച്ച് പറയുന്നവരുണ്ട്. എന്തിനാ ഇസ്ലാം ഈ കാര്യങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിച്ച്? ഇന്ന് ലോകത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റുകളും ഇത് പഠിപ്പിച്ചിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് സൈക്യാട്രിസം എന്തെന്ന് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന്റെ ഭദ്രതയാ, കുടുംബത്തിന്റെ സമാധാന. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ മാന്യമായി സംസാരിക്കണം. എന്തേ നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് പറയാനുള്ള കാരണം, നാവുകളെ കൊണ്ട് ഭർത്താവിന് അവൾ സ്വൈര്യം കൊടുത്തും, നാവുകളെ കൊണ്ട് വേദനിപ്പിക്കും, ആക്ഷേപിക്കും, മറ്റു പലരുടെയും ജീവിതം നോക്കി സ്വന്തം ഭർത്താവിനെ അവൾ കുറ്റപ്പെടുത്തും, പോരായ്മകൾ മാത്രം ചകയും. അതോടൊപ്പം തന്നെ ചെലവാക്കുന്നിടത്ത് ഇന്ന് പലർക്കും പിശുക്ക. സ്വന്തം കുടുംബത്തിന് ഒരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നിടത്ത്, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നിടത്ത്, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിടത്ത് വല്ലാത്തൊരു പിശുക്കൻ. സ്വന്തം കുടുംബത്തിൽ ആ പിശുക്കത്തരം കാണിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ സമാധാനവും ഭദ്രതയും നഷ്ടപ്പെടുത്തുന്നതാ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ധാരാളിയാവണം എന്നല്ല, നിലം മറന്ന് ചെലവാക്കണം എന്നല്ല. ഒരുപക്ഷെ ഭാര്യന്റെ കൂടെ കൂടി ഞാൻ നാട്ടു പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ചായ മക്കാനി ചെന്ന് ഒരു 12 റുപ്യന്റെ ചായയും ഒരു 12 രൂപന്റെ പഴം പൊരിച്ചതും തിന്ന ഒരു ഭാര്യക്ക് 1.5 കോടിന്റെ സുഖം കിട്ടും. അയാൾ എന്നെ പരിഗണിച്ചു എന്ന സന്തോഷം, അയാൾ എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ള പരിഗണന. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മനസ്സിന്റെ വേവലാതികളിലും സ്വന്തം പെണ്ണിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അത് കിട്ടുന്നില്ലെങ്കിൽ പോരായ്മയുണ്ട് കുടുംബത്തിൽ, സ്വഭാവത്തിൽ. വലിക്കുമ്പോഴും കുടിക്കുമ്പോഴും അല്ല സമാധാനം കുടുംബത്തിൽ കിട്ടേണ്ടി. മറിച്ച് നമ്മളെ ജീവിതത്തിൽ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരാണിന്റെ ഏറ്റവും വലിയ പൂർണ്ണ സമാധാനം അവന്റെ പെണ്ണിലൂടെ മാത്രമാ. ഒരു പെണ്ണിന്റെ പൂർണ്ണ സമാധാനം അവളുടെ ആണിലൂടെ മാത്രമാ. ഹബീബായ നബി തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഇൻഡിവിജ്വൽ, ഒരു ജെന്റിൽമാൻ ആവണം. നമ്മൾ വ്യക്തിപരമായിട്ട് ഞാനൊരു നല്ല ജെന്റിൽമാൻ ആണെന്ന് നാട്ടുകാർ പറയണ്ട, നമുക്ക് സ്വയം തോന്നണം. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിന്റെ അവസാനത്തിലേക്ക് എത്താം. ലോകത്തിന്ന് വരെ കവികൾക്ക് മതിവരാത്ത പാടിപ്പുകയറ്റിയ ഒരു ചരിത്രമാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയും ഭർത്താവ് അലിയാർ തങ്ങളും. ലോകത്തവര് ജീവിച്ചതുപോലെയുള്ള പ്രണയം ഇന്ന് ലോകത്തൊരു കവികൾക്കും വർണ്ണിച്ച് വന്നിട്ടില്ല, വർണ്ണിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒരു വലിയ യാത്ര കഴിഞ്ഞ് കുടുംബം പോറ്റാൻ ക്ഷീണിച്ച് കച്ചവടം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പുലർച്ചെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. രാത്രി മുഴുവനും അലിയാർ തങ്ങളെ കാത്തിരുന്ന് എങ്ങനെയോ മഴങ്ങിപ്പോയ ഫാത്തിമ ബീവി സുബഹിന്റെ ബാങ്കിന്റെ മുൻപ് എഴുന്നേറ്റ് ഒരു കൊള്ളിക്കഷണം കൊണ്ട് പല്ലിങ്ങനെ തേച്ചോണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ദൂരെ ഫാത്തിമ ബീവി പല്ല് തേക്കുന്ന രംഗം കണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് ഉറക്കെ വിളിച്ചു പറയും, ഫാത്തിമ, എന്നേക്കാൾ മുൻപ് നിന്റെ അതരങ്ങൾ കീഴടക്കിയ ആ കൊള്ളിക്കഷണത്തോട് പറയണം ഫാത്തിമ, ആ അതരം എന്റേതാണെന്നും അവിടെ അതിക്രമിച്ച് കയറിയ ആ കൊള്ളിക്കഷണത്തെ ഞാൻ കൊന്നുകളയും എന്ന് പറയണേ ഫാത്തിമ. ഇരുട്ടിൽ നിന്നും അലിയാർ തങ്ങളുടെ ആ ശബ്ദം കേട്ടപ്പോഴേക്കും താൻ തേച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളിക്കഷണം വലിച്ചെറിഞ്ഞ് വേഗം ചുണ്ടുകൾ തുടച്ച് ഫാത്തിമ ബീവി തിരിച്ചിരുട്ടിലേക്ക് നോക്കി പറഞ്ഞു, അലി, ഒരു രാവ് മുഴുവൻ ആ അതരം താങ്കളെ കാത്തിരുന്നതാ. കാത്തിരുന്ന് കരയുന്ന അതരത്തിന്റെ കരച്ചിലുകൾ താങ്കൾ കാണുന്നില്ലേ അലി? ഓടി വന്നിരുട്ടത്ത് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പുണരുമ്പോ ഇതിലും വലിയ മനോഹര കാവ്യം ഏത് ഇൻസ്റ്റഗ്രാം ആ മനുഷ്യരെ എഴുതിയിട്ടുള്ളത്? ഏത് സിനിമക്കാരനാ ഇതിലും വലിയ മനോഹര കാവ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്? മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് അതേ ഫാത്തിമ ബീവി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കും. പെട്ടെന്ന് ചോദിക്കും, അലി, ഞാൻ മരിച്ച
നിങ്ങൾ വേറെ കല്യാണം കഴിക്കൂ അലി, ഞാൻ മരിച്ച നിങ്ങൾ വേറെ കെട്ടു അലി. ഇതൽപ്പം നമ്മളെ ഭാര്യമാരും ചോദിക്കലുണ്ടാകും. ആ സമയത്തൊന്ന് മുക്കി മൂളിയിട്ട് വെക്കാം ഓ എന്നൊക്കെ പറയെങ്കിലും ഇതേ രീതിയിൽ അലിയാര് തങ്ങളും സങ്കടപ്പെടാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അലി ബിൻ അബീ ത്വാലിബിന്റെ മുഖത്ത് നോക്കി ഫാത്തിമ ബീവി പറഞ്ഞു, അലി കെട്ടണം, ഞാൻ മരിച്ചാലും നിങ്ങൾ കല്യാണം കഴിക്കണേ അലി. നിങ്ങൾ ആരെ കെട്ടണം എന്നറിയാവോ അലി? എന്റെ മൂത്ത പെങ്ങൾ സൈനബയുടെ മകൾ യമാമ റളിയല്ലാഹു അൻഹാനെ കെട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മകൾ സൈനബ ബീവി, രണ്ടാമത്തത് റുഖിയ ബീവി, മൂന്നാമത്തത് ഉമ്മു കുൽസും, നാലാമത്തത് ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ ബീവി പറയാ, അലി ഞാൻ മരിച്ച നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് ആരാന്നറിയോ? എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമനെ കല്യാണം കഴിക്കണം. അലി ബിൻ അബീ ത്വാലിബ് പൊട്ടിക്കരഞ്ഞു ചോദിച്ചു, എന്തിനു ഫാത്തിമ, എന്തു വർത്താനാ ഫാത്തിമ? ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ മാറത്തേക്ക് ചേർത്ത് പിടിച്ച് അലി ബിൻ അബീ ത്വാലിബിന്റെ ചകഞ്ഞു നിൽക്കുന്ന താടിങ്ങനെ പതുക്കെ മാന്തിയിട്ട് പറയും, അലി എനിക്ക് കിട്ടിയ സൗഭാഗ്യം യമാമക്കും കിട്ടണം അലി, എനിക്ക് കിട്ടിയ സൗഭാഗ്യം യമാമക്കും കിട്ടണം അലി. നിങ്ങളെപ്പോലെ ഒരു മാന്യനെ എന്റെ കുടുംബത്തിൽ വേണം അലി. ഞാനെങ്ങാനും മരണപ്പെട്ട് നിങ്ങൾ വേറൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച നിങ്ങൾ ആ കുടുംബത്തിന്റെ ആളായി പോകും. അതുണ്ടാവാൻ പാടില്ല അലി. നിങ്ങളെപ്പോലെ മാന്യനും നിങ്ങളെപ്പോലെ സ്നേഹനിധിയുമായ ഒരു മനുഷ്യൻ എന്റെ കുടുംബം വിട്ടു പോകരുതേ അലി. ഞാൻ മരിച്ചാലും എന്റെ കുടുംബത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാവിട്ടോ എന്ന്. ഫാത്തിമ ബീവിന്റെ വഫാത്തിന് ശേഷം അലി ബിൻ അബീ ത്വാലിബ് കല്യാണം കഴിക്കുന്നത് യമാമ റളിയല്ലാഹു അൻഹാനെ തന്നെയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭാര്യമാർ ഇവിടെ ഉള്ളവരും ഇനി അല്ലെങ്കിൽ നാട്ടിലുള്ളവരും നാട്ടിൽ പോകുമ്പോഴൊക്കെ ഒന്നും അടി തലവെച്ചിട്ട് പെണ്ണുങ്ങൾ നമ്മളോട് ചോദിക്കും, അല്ലേ ഞാൻ മരിച്ച അങ്ങൾ വേറെ കെട്ടുവോ? ഉള്ളിലൊക്കെ കെട്ടണം എന്നുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും അവൾ നമ്മളോട് പറയാണ്, നിങ്ങൾ കെട്ടുകയാണെങ്കിലേ എന്റെ കുടുംബത്തിൽ നിന്ന് ഇനി കെട്ടണ്ട കേട്ടോ, നിങ്ങളെ ഞാനോ സഹിക്കേണ്ടിയ സഹിച്ച് നിങ്ങൾ വേറെ എവിടെ നിന്നും കെട്ടിക്കൊള്ളേണ്ടി. ഇനി അഥവാ അവളോട് നമ്മൾ പറഞ്ഞു നിങ്ങളെ കുടുംബത്തിന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലെന്തായിരിക്കും പറയാ, ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നിനെ കൂടിയോ. മൈ ഇൻഡിവിജ്വൽ ജെന്റിൽ, വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മളെ കുടുംബത്തിന്റെ ഒരു അസറ്റാവണം. ഞാനെന്ന വാപ്പയെ കിട്ടിയതിന്റെ മക്കൾക്കൊരു പുണ്യാവണം. ഞാനെന്ന ഭർത്താവിന്റെ ഭാര്യയുടെ സൗഭാഗ്യമാവണം. ഞാനെന്ന ഭാര്യന്റെ ഭർത്താവിന്റെ സ്വപ്നമാവണം. അതാ ദീൻ. അത് 5 വക്ത് നിസ്കരിക്കുന്ന എല്ലാ കുടുംബത്തിലും ഇല്ല. അത് ദീനീപരമായിട്ട് സർവ്വ ഖുർആൻ ക്ലാസ്സിലും പോകുന്ന കുടുംബത്തിലില്ല. കാരണം അവിടെയൊക്കെ പല വൃത്തികേടുകളും ഇല്ലാത്തതും തോന്നിവാസങ്ങളും പലരെ ഹൃദയം വിട്ട് കിടക്കുന്നില്ല. അതുകൊണ്ടാ നമ്മളെ മക്കൾക്ക് പോലും മാതാപിതാക്കളോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വഖളാ റബ്ബുക അല്ലാ തഅബുദു എന്നൊരു ആയത്തിന്റെ നിർവചനം മദ്രസയിൽ എഴുതുന്ന കുട്ടിക്കൊരു 5 മാർക്ക് കിട്ടും. ഒരു 10 മിനിറ്റ് പ്രസംഗം ഏതെങ്കിലും ഉസ്താദിനോട് എഴുതി തരാൻ പറഞ്ഞാൽ എഴുതി തരുകയും ചെയ്യും. പക്ഷേ 5 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ആയത്തിന്റെ നിർവചനം സ്വന്തം വീട്ടിലെ വാപ്പാനെയും ഉമ്മാനെയും നോക്കുന്നത് കാണിച്ചു കൊടുത്ത് ഇതാണ് മക്കളെ ആയത്തിന്റെ നിർവചനമെന്ന് ഒരു വാപ്പക്കും മക്കും മക്കളെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യക്കേടാ നിങ്ങളെന്ന രക്ഷിതാക്കൾ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാണത്. സ്നേഹം കണ്ടറിയട്ടെ അവർ. എന്റെ വാപ്പ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതിന്റെ ഉമ്മനെയാണെന്ന്. എന്റെ ഉമ്മനെ പൂർണ്ണമായിട്ടും കണ്ടതും ഉമ്മാന്റെ കൊഞ്ചൽ കേട്ടതും എന്റെ വാപ്പയാണെന്ന് ഓരോ മക്കളും അറിയട്ടെ, ഓരോ കുടുംബം അറിയട്ടെ. മക്കളോടുള്ള സമീപനങ്ങളിൽ പോലും ആ വേർതിരിവാണ് മക്കളെ ലഹരിക്കടിമകളാക്കുന്നത്. കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട 19 വയസ്സുകാരൻ അല്ലെങ്കിൽ ആ മാതാവിന്റെ അരികിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ 19 വയസ്സുകാരൻ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാർക്ക് നേരെ ഫ്ലൈങ് കിസ് കൊടുത്തു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളും എൻ്റെ ഈ കാരണത്തിന്റെ കാരണക്കാരാ. കാരണം 2ാം ക്ലാസ്സിൽ എൻ്റെ വാപ്പ ഉപേക്ഷിച്ചു പോയ ഈ സെക്കൻഡ് വരെ ഈ നാട്ടിൽ ഒരാളും എന്റെ വാപ്പയുടെ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. ഒരു വാപ്പാന്റെ പരിഗണന തന്നിട്ടില്ല, ഒരു വാപ്പാന്റെ കരുതൽ തന്നിട്ടില്ല. റമളാനിന്റെ കിറ്റുകളല്ലാതെ ഒരാളെങ്കിലും ഒരു വാപ്പ എന്ന പരിഗണന തന്ന് എന്നെ ഒന്ന് മാറത്തേക്ക് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നന്നാവുമായിരുന്നെന്ന് യതീമായ ഒരു കുട്ടി പറയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതു അതാ. എന്ത്? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊന്ന് വലിയ സമ്പാദ്യമാവണം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൂട്ടുകാരാവണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാ. നമ്മളെ മക്കൾക്ക് നമ്മൾ കൂട്ടുകാരനാവണം. അവന്റെ ജീവിതം കൊണ്ട്, പരിഗണന കൊണ്ടും ശ്രദ്ധ കൊണ്ടും ആ മക്കളുടെ അധ്യാപകരാവണം. സ്നേഹം കൊണ്ടും ജീവിതത്തിന്റെ സൂക്ഷ്മത കൊണ്ടും മക്കളുടെ തേരാളികളാവണം. മുന്നിൽ തേര് നയിക്കുന്ന ഒരു പടയാളിയുടെ രൗദ്രഭാവം ഏത് മാതാപിതാക്കളുടെയും മനസ്സിലുണ്ടാവണം.
എൻ്റെ കുടുംബം പേക്കരുതെന്നും എൻ്റെ കുടുംബം തകർന്നു പോകരുതെന്നും എൻ്റെ മക്കളാൽ അപമാനിക്കപ്പെടരുതെന്നും ഒരിക്കലും നാളെ മണ്ണിൻ്റെ അടിയിലേക്ക് മടങ്ങുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയാത്തൊരു മക്കളായി മാറരുതെന്നും എന്ന് നെഞ്ചു തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളുടെ തേരാളിയാവാൻ, ഒരു മക്കളുടെ പടയാളികളാവാൻ എനിക്ക് സാധിക്കണമെന്ന ഒരു മനുഷ്യന്റെ ചിന്തയാണ് കുടുംബമെന്ന സ്വർഗം, കുടുംബമെന്ന സൗഭാഗ്യം. അതൊരു ഉമ്മക്കാവാൻ പറ്റണം, ഒരു വാപ്പക്ക് മാറാൻ പറ്റണം. എങ്കിൽ ആ തലമുറകളെ പടച്ചിറപ്പ് മാറ്റിത്തരുമെന്ന് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്ക് ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരികയില്ല. സോഷ്യൽ മീഡിയകൾ അകത്തളങ്ങളിലേക്ക് കയറി വരുമ്പോൾ, റീൽസിന് വേണ്ടി മാത്രം കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ, മനുഷ്യന്റെ ഇരുട്ടിന്റെ രഹസ്യങ്ങൾ പോലും ന്യൂസുകളാക്കി ലൈക്കിനും ഷെയറിനും വേണ്ടി മനുഷ്യൻ ആസ്വദിപ്പിക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ പലർക്കുള്ളൂ, സോഷ്യൽ മീഡിയ ലൈക്കിനും ഷെയറിനും മാത്രമായി ചുരുങ്ങുന്നു. അതുകൊണ്ടല്ലേ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിന്റെ മണ്ണിൽ എന്തുകൊണ്ട് ബ്രൈറ്റ് ടു ബി ആഘോഷങ്ങൾ വന്നു? എന്തുകൊണ്ട് തെരുവോരങ്ങളിൽ സേവ് ദി ഡേറ്റുകൾ വന്നു? എന്തുകൊണ്ട് മഞ്ഞ കല്യാണങ്ങളും പച്ച കല്യാണങ്ങളും മൈലാഞ്ചി കല്യാണങ്ങളും വെറ്റില കല്യാണങ്ങളും വന്നു? എന്തുകൊണ്ട് കല്യാണത്തലേന്ന് ഗാനമേള ട്രൂപ്പ് വന്നു? എന്തുകൊണ്ട് മിഠായി കൊടുക്കാൻ കുടുംബത്തിൽ പറന്ന പർദ്ദയിട്ട മഫ്തയിട്ട ഉമ്മമാര് മിഠായി പെട്ടിയുടെ കൂമ്പാരങ്ങളുമായി കുടുംബത്തിൽ കയറി ചെന്നു? എന്തുകൊണ്ട് വയറ് കാണലുണ്ടായി? എന്തുകൊണ്ട് മാസമുറ കുളിയുണ്ടായി? എന്തുകൊണ്ട് മാസം അറിയിച്ച ആഘോഷങ്ങൾ ഉണ്ടായി? എല്ലാറ്റിനും ഒരു ലക്ഷ്യം മാത്രം, സ്റ്റാറ്റസ് ഇടണം, സ്റ്റാറ്റസ് ഇടണം. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം, എന്തെങ്കിലും ഒരു നേട്ടം ഈ അതിര് കടന്ന ആഘോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും കുടുംബത്തിന് നേടാൻ പറ്റിയിട്ടുണ്ടോ? എന്റെ സ്റ്റാറ്റസ് 100 ആള് കണ്ടു, നാളെ ബ്രൈറ്റ് ടു ബി 10 ആള് കണ്ടു എന്നതല്ലാത്തതൊന്നും അതിന്റെ പിന്നിലില്ലെങ്കിൽ റീൽസ് അല്ല മനുഷ്യരെ ജീവിതം, അത് അഭിനയമാ. ഈ തിരിച്ചു വെച്ച ക്യാമറ നിങ്ങൾക്ക് നേരെ തിരിച്ചടുത്തേക്ക് വന്നാൽ ഇരിക്കുന്ന ഇരുത്തം നിങ്ങളൊന്ന് നന്നാക്കും, നിങ്ങളെ മത്തയൊന്ന് നിങ്ങൾ നന്നാക്കും. സ്വന്തം ഫോട്ടോ എടുക്കുമ്പോൾ പോലും സെൽഫി എടുക്കുമ്പം അതിൽ ലേശം ചുണ്ടു ചോന്നിട്ടും കുറച്ചൊരു വെളുപ്പൊക്കെ കൂട്ടിയിട്ടേ നമ്മൾ എടുക്കൂ. കാരണം എന്താ? അത് ക്യാമറയാ. ക്യാമറന്റെ മുൻപിൽ അഭിനയിക്കുന്നവന്റെ ജീവിതം കണ്ട് സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത്, ഭാര്യ അളക്കരുത്, മക്കളെ വേദനിപ്പിക്കരുത്, സ്വന്തം കുടുംബത്തെ കൈവിട്ട് കളയരുത്. എനിക്കെന്റെ റബ്ബ് തന്നതാണ് ദുനിയാവിലെ കുടുംബമെങ്കിൽ അതെന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരമാനത്താണെന്ന ചിന്തയോടുകൂടി, ആർജവത്തോടെ, അതിനേക്കാളേറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറച്ചു നിന്നാൽ, നമ്മൾ മുന്നോട്ട് പോയാൽ ഏത് കുടുംബത്തെയും മാറ്റാൻ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാനായി മാറാനുള്ള കാരണം പോലും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിലെടുത്ത തീരുമാനമാ. 1998 SSLC കഴിഞ്ഞ് നാട്ടിൽ ചില പണികളുമൊക്കെ ആയിട്ട് പോകുമ്പോൾ, സിമെന്റിന്റെ വർക്കും ബേക്കറി പണികളുമായിട്ടൊക്കെ പോകുമ്പോൾ ആരോ ബസ്സിൽ നിന്ന് പറഞ്ഞതിന്റെ പേരിലാ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എൻ്റെ അളിയനോടൊപ്പം എടവണ്ണ ജാമിയ നദവിയ എന്ന സ്ഥാപനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ചേർത്തത്. ഞാൻ ഇന്ന് ഓർത്ത് പറയാറുണ്ട്. ജാമിയയിലേക്ക് കയറി ചെന്ന് നേരത്തെ ഷുക്കൂർ സലാഹി പറഞ്ഞതുപോലെ ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ എന്നോട് ചോദിച്ചു, മാഹുവ തൗഹീദ്. എന്റെ ജന്മത്ത് ഞാൻ ആ സാധനം കേട്ടിട്ടില്ല, ഇതെന്താ എന്ന്. ഞാൻ അന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാന്നുള്ള കോലത്ത് സംസാരിച്ച ഞാൻ ഇന്ന് ഈ സമൂഹത്തിനിടയിൽ കഴിഞ്ഞ 23 കൊല്ലം തൗഹീദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയെപ്പോലെ, എൻ്റെ വാപ്പയെപ്പോലെ ഞാൻ ഇന്നും നെഞ്ചുകൊണ്ട് നടക്കുന്നതാ എൻ്റെ ജാമിയ, എൻ്റെ സ്ഥാപനം. ആ ജാമ്യയിൽ ഞാൻ പഠിച്ചതിന് പോലും കൂലി കിട്ടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ അവിടുന്ന് കഴിച്ച ഭക്ഷണം നിങ്ങൾ തന്നതാ, ഞാൻ അവിടുന്ന് കുളിച്ച കുളി പോലും നിങ്ങളാൽ സംരക്ഷിക്കപ്പെടേണ്ടതാ. എൻ്റെ വിദ്യാഭ്യാസവും ഭക്ഷണവും എൻ്റെ ശരീരത്തിലെ രോമങ്ങൾക്കും ഞരമ്പുകൾക്കും ഊർജം പകർന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ അറിവുകൾ പോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആ ജാമിയ അന്നുള്ളതിനേക്കാളും മനോഹരമായ ഒരു കുതിച്ചുചാട്ടത്തില. അന്ന് അറബി കോളേജിൽ ഇതുപോലത്തെ വലിയൊരു ഹാളിൽ ഒരു ചൂടിപ്പായിൽ ഞാനും ഷുക്കൂർ മൗലവിയൊക്കെ കാലങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചൂടുകാലത്ത് മൂട്ട കടിച്ചു പിടിച്ച് കൊതു എടുത്തുകൊണ്ടുവാണ്ട് നോക്കിയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മനോഹരമായ ക്യാമ്പസുകളും മനോഹരമായ ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ലക്ഷ്യം ഒന്നേയുള്ളൂ, തലമുറകൾ നമുക്ക് ഉപകാരപ്പെടണം. ലിബറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ പാടില്ല. ഇന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് കേൾക്കാൻ പാടില്ല. നാളെ കേരളത്തിന്റെ പള്ളി മിമ്പറുകൾ ജാമിയയിലെ മക്കൾ ഉപയോഗിക്കണം. പള്ളിയുടെ മിനാരങ്ങൾക്ക് താഴെ ഖിറാഅത്തുകൾ നമ്മളെ മക്കളുടെ നാവിൽ നിന്ന് വരണം. നാവിനിടയിൽ ഹാൻസ് വെച്ചും മൂക്കിൻ്റെ ഉള്ളിലേക്ക് പാൻപരാഗ് ചുരുട്ടി വെച്ചും ഖുർആൻ ഓതുന്ന അന്യ നാട്ടുകാരനേക്കാൾ അറിയാവുന്ന ഭാഷയിൽ ഖുർആൻ ഓതുന്ന നമ്മളെ മക്കൾ പിന്നിൽ നിന്ന് ഒരു ഇമാമത്തായി നിസ്കരിക്കണമെങ്കിൽ ജാമിയ നദവിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ എന്നും നിലനിൽക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യണം. അതിനുള്ളൊരു സഹായത്തിനും കൂടിയാണ് സഹോദരൻ സുഹൃത്ത് സാബാടി ഷുക്കൂർ സലാഹിയും കുദ്റത്തുള്ള സാഹിബും ഇവിടെ എത്തിയിട്ടുള്ളത്. അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം.
അത് കേട്ടിട്ടും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു അപരാധമായതുകൊണ്ടാണ്. സാധിക്കുന്നവർ പുറത്തുള്ള കൗണ്ടറുമായിട്ട് ബന്ധപ്പെടുക. അല്ലാത്തവർ സൂചിപ്പിച്ചതുപോലെ സുൽഫീഖർ സാഹിബും ഇതൊരു ജാരിയായ സ്വതക്കയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അന്ന് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ കൂലി കൂട്ടത്തിൽ പലർക്കും കിട്ടുന്നുണ്ട്. അന്നും പലരും ഈ നാട്ടിൽ വന്ന് പിരിവ് നടത്തിയിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അന്നും ജാമിയന്റെ പലരും വന്നു, ഞങ്ങൾ എന്തൊക്കെയോ കൊടുത്തു. അതൊക്കെ ആയിരിക്കാം എൻ്റെ സിരകളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ ആരോഗ്യത്തിൽ. അതിൻ്റെ കൂലി ഇന്നും കിട്ടുന്നുണ്ടെങ്കിൽ നാളെ മണ്ണിൻ്റെ അടിയിലേക്ക് പോയാലും കിട്ടാൻ എന്തെങ്കിലും ഈ ദുനിയാവിൽ ബാക്കിയുണ്ടാവണം. കിട്ടുന്നത് ക്രൂരമായ റബ്ബിന്റെ പരീക്ഷണാവാതിരിക്കാൻ, ഖബർ നന്നാവാൻ, അതിനുള്ളൊരു മാർഗം കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതൊരു വസിയത്തായതുകൊണ്ട് സൂചിപ്പിക്കുക. മക്കളെന്ന അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കുകയും ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ വിശ്വാസത്തിന്റെ കരുത്ത് അവർക്ക് നീ നൽകുകയും ചെയ്യണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. നാദാ, സാമ്പത്തികമായി തകർന്നു പോയവരുണ്ട്, കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോയവരുണ്ട്. നാദാ, എളുപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനും ബാധ്യതകൾ തീർക്കാനും ഹലാലായ മഈഷത്തോടു കൂടി ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ റബ്ബേ. നല്ലൊരു മനുഷ്യനാവാൻ, നല്ലൊരു വിശ്വാസിയാവാൻ, കുടുംബത്തിൽ ഞാനൊരു വലിയ ആളുകളുടെ സമാധാനമാകാൻ, ആരുടെയൊക്കെ ജീവിതത്തിലും സ്വഭാവത്തിലുമാണ് റബ്ബേ മാറ്റം വരേണ്ടത്. ആ മാറ്റം എല്ലാ മനുഷ്യർക്കും സ്വഭാവത്തിൽ നൽകി ശാന്തിയും സമാധാനവുമുള്ളൊരു ദാമ്പത്യ കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഞങ്ങളെ മക്കൾക്ക് ദുനിയാവും ആഹാരവും അറിയിച്ചു കൊടുക്കുന്ന, മക്കളെ കൊണ്ട് പരലോകത്ത് റബ്ബിന്റെ പരിഗണന ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാവാനും ആ മക്കളുടെ മാതാപിതാക്കളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. ഗസയിലടക്കം പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് റബ്ബേ, ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണവും സഹായവും നൽകി ആത്യന്തികമായ വിജയത്തിലേക്ക് നീ ഞങ്ങളെ എത്തിച്ച് ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു വിവേക ബുദ്ധിയില്ലായ്മയായി കരുതി പൊരുത്തപ്പെട്ടു തരിക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.